എന്താണ് റിസർച്ച് എന്നും റിസർച്ച് പ്രോസസ്സിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസർച്ചിനെ പറ്റിയും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് പ്രോസസ്സ് എന്നുള്ളതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുമ്പായി ആദ്യ ഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുവാൻ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെല്ലൈക്കൺ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യുക. ഏതൊരു പ്രശ്നത്തിന്റെയും പരിഹാരത്തിന് ആദ്യ പടിയാണ് ആ പ്രോബ്ലം എന്താണ്, എന്ത് പ്രശ്നത്തിനാണ് നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെന്ന് ശരിയായി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത്. അത് സയന്റിഫിക് റിസർച്ചിലായാലും ലൈഫിലാണെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കുവാൻ അവിടെ ശരിക്ക് ആ പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് എന്താണ്, എന്ത് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ ഈ റിസർച്ച് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം. ഈ സ്ലൈഡിൽ നൽകിയിരിക്കുന്ന 3 പ്രധാന പോയിന്റുകളാണ്. ഒന്നാമതായി, ഒരു റിസർച്ചിന് തിരഞ്ഞെടുക്കുന്ന ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് റിസർച്ചിന് അനുയോജ്യമായിരിക്കണം. ആദ്യം ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് തിരഞ്ഞെടുത്ത് അതിലൊരു പ്രോബ്ലത്തിനെ സിംഗിൾ ഔട്ട് ചെയ്യുകയാണ് ഫോർമുലേറ്റിംഗ് ദ റിസർച്ച് പ്രോബ്ലം എന്നുള്ളതിന്റെ ആദ്യ പടി. റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ മാത്രമേ ആ പ്രോസസ്സ് ഒരു 100% എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീഷനിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അടുത്തതായി, സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കണം റിസർച്ചിന് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നു. ക്യാൻ ബി റിലേറ്റഡ് ടു സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ഓർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ്. ഇൻഡിപെൻഡന്റ് ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾസ് എന്താണെന്നും അങ്ങനെ വേരിയബിൾസിനെ പറ്റി നമ്മൾ ഒരു ഓവർവ്യൂ മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോകൾ കാണാം. അങ്ങനെ 2 വേരിയബിൾസോ അല്ലെങ്കിൽ അതിലധികം വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനോ, സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ, നാച്ചുറൽ ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയറിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലം, സൊസൈറ്റിയെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനോ നമുക്ക് റിസർച്ച് ഉപയോഗിക്കാം. ഇനി ഈ റിസർച്ച് പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ആദ്യമായി അവൈലബിൾ ആയുള്ള ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. ആ സ്റ്റെപ്പിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ പറയുന്നുണ്ട്. ആ ലിറ്ററേച്ചർ കോൺസെപ്റ്റ് ലെവലിലുള്ളതാവാം അല്ലെങ്കിൽ എംപിരിക്കലും ആകാം. എംപിരിക്കൽ റിസർച്ച് അല്ലെങ്കിൽ എംപിരിക്കൽ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വിവരങ്ങളാണ്. അടുത്തതാണ് റീ ഇവാലുവേറ്റ് ദ പ്രോബ്ലം ആൻഡ് ഫോക്കസ് ഓൺ ഇൻ സ്പെസിഫിക്സ്. എത്രത്തോളം സ്പെസിഫിക് ആയും ക്ലിയർ ആയും നമുക്ക് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു, അത്രത്തോളം മെച്ചപ്പെട്ട ഒരു സയന്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. വീണ്ടും പറയുന്നു, മേക്ക് ഷുവർ ദ പ്രോബ്ലം ക്യാൻ ബി ഡിഫൈൻഡ് ആൻഡ് ആംബിഗ്വസ്ലി. യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ലാതെ ക്ലാരിറ്റിയോടുകൂടി പ്രോബ്ലം ഡിഫൈൻ ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നും വ്യക്തമായി പറയാൻ നമുക്ക് പറ്റണം. മെയിൻ ടേംസ് ഓഫ് ദ റിലേഷൻ ടു ദ പ്രോബ്ലം മസ്റ്റ് ബി ഓൾസോ ഡിഫൈൻഡ്. നമുക്കൊരു ഉദാഹരണമായിട്ട്, വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണമായി, നമ്മുടെ ഫാമിലിക്ക് ഒരു കാർ വാങ്ങണം എന്നുള്ളതിനെ ഒരു റിസർച്ച് പ്രോബ്ലം ആയിട്ട് എടുക്കാം. അപ്പോൾ കാർ എന്നുള്ളതിനെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാർ തന്നെ പലവിധമുണ്ട്. SUV ആണോ വാങ്ങാൻ പോകുന്നത്, അതോ ഒരു ഹാച്ച് ബാക്ക് ആണോ നമുക്ക് വേണ്ടത്, അങ്ങനെ ഏത് ടൈപ്പ് കാർ ആണെന്ന് കൂടി ഡിഫൈൻ ചെയ്യുമ്പോഴാണ് ഫാമിലിക്ക് വേണ്ടി ഒരു കാർ വാങ്ങണം എന്നുള്ള റിസർച്ച് പ്രോബ്ലം വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് കണ്ടക്ട് എക്സ്റ്റെൻസീവ് ലിറ്ററേച്ചർ സർവേ എന്നുള്ളത്. നമ്മൾ ഓൾറെഡി ഒരു ചെറിയ രീതിയിൽ ഒരു ലിറ്ററേച്ചർ സർവേ ഒക്കെ ആദ്യ സ്റ്റെപ്പിന്റെ ഭാഗമായിട്ട് തന്നെ നടത്താം. ഒരു പ്രോബ്ലം ആരൊക്കെയായിട്ട് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ടേംസ് എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി. എന്നാൽ ഒരു സ്പെസിഫിക് ഏരിയയും അവിടെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലവും ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലിറ്ററേച്ചർ സർവേ നടത്തേണ്ടത് ആവശ്യമാണ്. ബ്രീഫ് സമ്മറി ഓഫ് ദി പ്രോബ്ലം നീഡ്സ് ടു ബി പ്രിപ്പയർഡ് ആഫ്റ്റർ ദ പ്രോബ്ലം ഈസ് ഫോർമുലേറ്റഡ്. റൈറ്റ് എ സിനോപ്സിസ് ഓഫ് ദ ടോപ്പിക് ആൻഡ് സബ്മിറ്റ് ഇറ്റ് ടു ദ കമ്മിറ്റി ഓർ റിസർച്ച് ബോർഡ്. ലിറ്ററേച്ചർ സർവേ ബൈ അബ്സ്ട്രാക്ടിംഗ് ജേർണൽസ് ആൻഡ് റീഡിംഗ് അപ്പ് ബിബ്ലിയോഗ്രഫി. സാധാരണഗതിയിൽ ഒരു റിസർച്ച് നടത്തുമ്പോൾ PhDക്ക് വേണ്ടി ആകട്ടെ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് ആവട്ടെ, അതിനെ ഗവേൺ ചെയ്യുന്ന ഒരു കമ്മിറ്റിയോ ഒരു റിസർച്ച് ബോർഡോ തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പാണ് അതിന്റെ ഒരു സമ്മറി ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്യുക. അതോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ജേർണൽസും ബിബ്ലിയോഗ്രഫിയും നമ്മൾ റിസർച്ചിനെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഒടുവിലായി അവർ റെഫർ ചെയ്ത റെഫറൻസ് ബുക്സും പേപ്പേഴ്സും ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ടാവും. ഈ കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക, അതിനെപ്പറ്റി ക്രോഡീകരിച്ച ഒരു വിവരം നമ്മുടെ കയ്യിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഡെവലപ്മെന്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ്. സാധാരണഗതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹൈപ്പോത്തിസിസ്. അത് തെറ്റാണെന്ന് തെളിയിക്കുന്നത് വരെ അത് ശരി എന്നുള്ള അസംഷനിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നമുക്കറിയാം. It is made so as to draw out and test its logical or empirical consequences. അതിന്റെ ലോജിക്കൽ ആയിട്ടുള്ള കോൺസിക്വൻസ് ആവാം, അല്ലെങ്കിൽ സംഖ്യാപരമായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഡേറ്റയെ അനുസരിച്ചുള്ള കോൺസിക്വൻസ് ആവാം. ആ കാര്യത്തെ ടെസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരു വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിനെ നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് എന്നും പറയാറുണ്ട്. നൾ ഹൈപ്പോത്തിസിസ്, ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ്,
എന്നാണ് നമ്മൾ രണ്ട് തരം ഹൈപ്പോത്തിസിസുകളെ പറ്റി പറയാറുള്ളത്. നമ്മുടെ ടെസ്റ്റിംഗ് അവസാന സ്റ്റെപ്പായ ഡേറ്റ അനാലിസിസും ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗും ഒക്കെ വരുമ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കാണാം. നമ്മൾ ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് വാലിഡ് ആണ്, ശരിയാണെന്ന് കണ്ടാൽ നൾ ഹൈപ്പോത്തിസിസിനെ അക്സെപ്റ്റ് ചെയ്യുകയും തെറ്റാണെന്ന് കണ്ടാൽ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസിലേക്ക് പോവുകയും ചെയ്യും. ഈ വർക്കിംഗ് ഹൈപ്പോത്തിസിസിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പല കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. വി ഹാവ് ടു ഡിസ്കസ് വിത്ത് വർക്ക് കൊളീഗ്സ് ആൻഡ് എക്സ്പേർട്സ് അബൌട്ട് ദ പ്രോബ്ലം. അടുത്തതായി എക്സാമിൻ പാസ്റ്റ് ഡേറ്റ ആൻഡ് റെക്കോർഡ്സ്, റിവ്യൂ സിമിലർ സ്റ്റഡീസ് ഇൻ ദാറ്റ് ഏരിയ, ഇൻവെസ്റ്റിഗേറ്റ് ദ പ്രോബ്ലം വിത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ മേഖലയിലെ എക്സ്പേർട്സുമായി ഡിസ്കസ് ചെയ്തുകൊണ്ടും പഴയ ഡേറ്റയും റെക്കോർഡും പരിശോധിച്ചും മുൻപ് ഈ മേഖലയിൽ നടന്ന ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റഡീസിന്റെ റിപ്പോർട്ടുകൾ വായിച്ചും അതിനെപ്പറ്റി പഠിച്ചും കൂടാതെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സിമിലർ മൈൻഡ് സെറ്റ് ഉള്ള ആളുകളോട് ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തുമാണ് വർക്കിംഗ് ഹൈപ്പോത്തിസിസ് തയ്യാറാക്കേണ്ടത്. ദി ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് എ ഹൈപ്പോത്തിസിസ്. The hypothesis guides the researcher by delimiting the area of research and to keep her or him on the right track. It sharpens her or his thinking and focuses attention on the more important facets of the problem. It also indicates the type of data required and the type of methods of data analysis to be used. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഈ റിസർച്ച് നടത്തേണ്ടത്, ഒരു ബൗണ്ടറി, ഒരു പരിധി നിശ്ചയിച്ച് കിട്ടാൻ റിസർച്ചർ വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് ഇറങ്ങിച്ചെല്ലുന്നത്. വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ക്ലാരിഫൈ ചെയ്ത് ഡിഫൈൻ ചെയ്യുന്നതിലൂടെ കൃത്യമായ ഒരു ഏരിയ ഓഫ് സ്റ്റഡി, ആ പ്രോബ്ലത്തിന്റെ ലിമിറ്റ്സ് എന്തൊക്കെയാണെന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം ഇമ്പോർട്ടൻറ്റ് ഫാസറ്റ്സ് ഓഫ് ദി പ്രോബ്ലം, ഏത് മേഖലകളിലൊക്കെയാണ്, ആ പ്രശ്നത്തിന്റെ തന്നെ ഏത് മുഖങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധയൂന്നേണ്ടതെന്നും വർക്കിംഗ് ഹൈപ്പോത്തിസിസ് നമുക്ക് പറഞ്ഞു തരും. മൂന്നാമതായി എന്ത് തരം ഡേറ്റയാണ് ഇതിന് വേണ്ടത്, ഏത് തരം അനാലിസിസ് ടെക്നീക്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നും വർക്കിംഗ് ഹൈപ്പോത്തിസിസ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ സഹായിക്കും. വേരിയൻസ് ആണോ കമ്പയർ ചെയ്യുന്നത്, മീൻ ആണോ കമ്പയർ ചെയ്യുന്നത്, ഇതൊക്കെ മെഷേഴ്സ് ഓഫ് ടെൻഡൻസീസ് ആണ്. ഇതിൽ ഏതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, സാമ്പിൾ സൈസ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യാനും വർക്കിംഗ് ഹൈപ്പോത്തിസിസ് ഡിഫൈൻ ചെയ്യുന്നത് റിസർച്ചറെ സഹായിക്കും. 4ാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പയറിംഗ് ദ റിസർച്ച് ഡിസൈൻ എന്നുള്ളത്. ദിസ് എക്സ്പ്ലെയിൻസ് ദ മീൻസ് ഓഫ് ഒബ്റ്റെയിനിങ് ദ ഇൻഫർമേഷൻ. Explains the way in which selected means of obtaining information will be organized and the reasoning leading to the selection. Considering the following parameters: ability and skill of the researcher and staff, time available for research, cost factor relating to research. എങ്ങനെയാണ് ഒരു റിസർച്ച് ഡിസൈൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഇവിടെ പറയുന്നു. നമുക്ക് എങ്ങനെ ഇൻഫർമേഷൻ കിട്ടും, അത് കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏത് വഴിയിലൂടെയാണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്യേണ്ടത്, ആ രീതി തീരുമാനമെടുക്കാനുള്ള ന്യായീകരണം എന്താണ്, ഈ കാര്യങ്ങളൊക്കെ റിസർച്ച് ഡിസൈനിൽ പറയേണ്ടി വരും. അതിനായിട്ട് പ്രധാനമായി കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്: എത്ര സമയത്തിനുള്ളിലാണ് ഈ റിസർച്ച് തീർക്കേണ്ടത്, എത്ര കോസ്റ്റ് ആണ്, എത്രത്തോളം പണച്ചിലവ് വരുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റ് എന്താണ്, ഈ റിസർച്ചിന് വേണ്ടിയിട്ട് അലോട്ടഡ് ആയിട്ടുള്ള ഫണ്ടിങ് എത്രയാണ്, അതുകൂടാതെ റിസർച്ചറുടെയും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാഫിന്റെയും സ്കിൽ ലെവലും അവരുടെ അറിവും വർക്ക് എക്സ്പീരിയൻസും പാസ്റ്റ് നോളജും എന്തൊക്കെയാണെന്നും റിസർച്ച് ഡിസൈൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. പ്രധാനമായും 4 തരം റിസർച്ച് ഡിസൈനിനെ പറ്റി ഇവിടെ ചെറുതായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു 15ഓളം ടൈപ്പ് റിസർച്ചിനെ പറ്റി നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് എ ഫ്ലെക്സിബിൾ റിസർച്ച് ഡിസൈൻ വിച്ച് പ്രൊവൈഡ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ കൺസിഡറിങ് മെനി ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രശ്നത്തിന്റെ തന്നെ പല വഴികൾ പരിഗണിക്കാൻ, പല രീതിയിലുള്ള സൊല്യൂഷൻസിനെ പറ്റി റിസർച്ച് നടത്തുന്നതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട് പോകുന്നു, ആർട്ടിക് എക്സ്പ്ലോറേഷൻ, അന്റാർട്ടിക് എക്സ്പ്ലോറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ആ മേഖലയെ പറ്റി ഒരു വലിയ രീതിയിലുള്ള പഠനം നടത്താൻ, ഒരു തിരച്ചിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രോബ്ലത്തിന്റെ പല വശങ്ങളെ പറ്റി പഠിക്കുവാനാണ് എക്സ്പ്ലോറേറ്ററി ടൈപ്പ് ഓഫ് റിസർച്ച് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. An accurate description of a situation or of an association between variables. The suitable design will be one that minimizes bias and maximizes the reliability of data collected and analyzed. Descriptive research ഡിസൈനിൽ പരിശോധിക്കുന്ന പ്രോബ്ലങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞതോ അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആയിരിക്കും. എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്നും ഇതിനെപ്പറ്റി പറയാറുണ്ട്. ഇതിന്റെ ഒരു ടൈപ്പാണ്. ഇവിടെ ചിന്തിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന ആ കാര്യത്തെ പറ്റിയുള്ള ഒരു അക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ നൽകുക, ഈ സിറ്റുവേഷനിലെ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തുക. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിലൂടെയുള്ള പ്രോബ്ലങ്ങളുടെ ഉദ്ദേശം.
ഇവിടെ റിസർച്ചിന്റെ പ്രധാന ഫോക്കസ് ബയസ് ഒഴിവാക്കുക എന്നുള്ളതും ഡേറ്റയുടെ റിലയബിലിറ്റി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതുമാണെന്ന് ഓർക്കും. അടുത്തതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ഡിറ്റക്ട് ആൻഡ് ഡിസ്കവർ സബ്റ്റിൽ വേരിയബിൾസ് influencing a problem by way of series of clinical, laboratory and field tests and trials which aims to shed more light on the nature of a given problem. കൂടുതലായിട്ട് സയന്റിഫിക് ലബോറട്ടറിയിലും ക്ലിനിക്കൽ ആൻഡ് ഫീൽഡ് ടെസ്റ്റിലൂടെയും ട്രയൽസിലൂടെയും ഒക്കെയാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്നുള്ളത് മുന്നോട്ട് പോകുന്നത്. ഒരു പ്രോബ്ലത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വളരെ ചെറിയ ഇൻഫ്ലുവൻസ് പോലും നൽകുന്ന പാരാമീറ്റേഴ്സിനെ പറ്റിയും വേരിയബിൾസിനെ പറ്റിയും പഠിക്കുവാനാണ് ഇത്തരം റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത്. നാലാമത്തേതാണ് experimental research design. A series of tests and trials is performed on a set of given variables which are either controlled or experimental in order to determine a better solution or outlook based on the result obtained. എക്സ്പെരിമെന്റൽ, ആ പേരിൽ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടുന്നുണ്ട്. ഒരു ലബോറട്ടറി സെറ്റിംഗിലോ ഒരു കൺട്രോൾഡ് ഗ്രൂപ്പിലോ നടക്കുന്ന റിസർച്ചിനെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് ഡിറ്റർമിനിങ് സാമ്പിൾ ഡിസൈൻ. എന്താണ് പോപ്പുലേഷൻ, എന്താണ് സാമ്പിൾ എന്ന് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. നമ്മൾ റിസർച്ച് നടത്തുന്ന മുഴുവൻ ആളുകളെയും അല്ലെങ്കിൽ മുഴുവൻ കാര്യങ്ങളെയും, ഇപ്പോൾ കാറുകളുടെ ഇടയിലാണ് നമ്മൾ റിസർച്ച് നടത്തുന്നതെങ്കിൽ ഈ ലോകത്ത് എന്തൊക്കെ കാറുകളുണ്ടോ അതൊക്കെ നമ്മുടെ പോപ്പുലേഷന്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് എല്ലാത്തിനെയും എടുത്ത് പഠിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ 100 കണക്കിന് കമ്പനികൾ വേൾഡ് വൈഡ് ആയിട്ട് കാർ പ്രൊഡക്ഷനിൽ ഏർപ്പെടുന്നുണ്ടാവാം. അവരെ എല്ലാം എടുത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മളൊരു സാമ്പിളിനെ എടുത്ത് പഠിച്ചിട്ട് ആ കമ്പനിയുടെയോ അല്ലെങ്കിൽ 2-3 കമ്പനികളുടെയോ ചില മോഡലുകളെ എടുത്ത് പഠിച്ചിട്ട് ആ കിട്ടിയ ഇൻഫർമേഷനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടി ആ കാറുകളുടെ ലോകം മുഴുവൻ വിൽക്കുന്ന കാറുകളുടെ കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതാണ് പോപ്പുലേഷനും സാമ്പിളും തമ്മിലുള്ള ബന്ധം. നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായി വരുന്ന എല്ലാ കാര്യങ്ങളെയും, എല്ലാ ഇൻഡിവിജ്വൽ ആളുകളെയും പരിഗണിച്ചാൽ അത് പോപ്പുലേഷനാണ്. എന്നാൽ നമ്മുടെ പഠനത്തിന്റെ എളുപ്പത്തിനായി സയന്റിഫിക് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു പ്രത്യേക സെറ്റിനെ മാത്രം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ തിരഞ്ഞെടുത്തതിനെയാണ് സാമ്പിൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം, നമ്മൾ തെറ്റായ രീതിയിലാണ് സാമ്പിൾ എടുക്കുന്നതെങ്കിൽ മുഴുവൻ പഠനവും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. സ്കൂളിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ പറ്റി നമ്മൾ പഠിക്കുകയാണ്. സ്കൂൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കേരളത്തിൽ എങ്ങനെയുണ്ടെന്ന് പഠിക്കുവാൻ വേണ്ടി നമ്മൾ കേരളത്തിലെ ഏറ്റവും നല്ല ICSEയോ IGCSE സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളിൽ ചെന്ന് ആ ക്ലാസ്സുകളിൽ നിന്ന് മാത്രം കുട്ടികളെ തിരഞ്ഞെടുത്ത് ഒരു പഠനം നടത്തി. അതിന്റെ റിപ്പോർട്ട് എന്തുമാത്രം ഇൻഅക്യുറേറ്റ് ആകും? സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാ മേഖലയെയും റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റാണ്. ഒരു പഠനത്തിന്റെ അക്യുറസി തീരുമാനിക്കുന്നതും അതുകൊണ്ട് തന്നെ സാമ്പിൾ ഡിസൈൻ ആണ്. ഇനി എന്താണ് സാമ്പിൾ ഡിസൈൻ എന്ന് ഡീറ്റെയിൽഡ് ആയി നമുക്ക് നോക്കാം. Sample design is a plan determined before any data are actually collected for obtaining a sample from a given population. ഇത് മുൻകൂട്ടി തീരുമാനമെടുത്ത് നടപ്പിലാക്കേണ്ട ഒരു പദ്ധതിയാണ്. ഇവിടെ സാമ്പിൾ പല തരത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പ്രോബബിലിറ്റി സാമ്പിളിങ്ങും നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങുമാണ് ബേസിക് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ. ഇതിന്റെ ഉള്ളിലായി പലതരം സാമ്പിളിംഗ് ടെക്നീക്സ് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പ്രോബബിലിറ്റി സാമ്പിളിംഗ്, റാൻഡം സാമ്പിളിംഗ് എന്നുള്ളത് പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതിൽ ഏത് ഇൻഡിവിജ്വൽ ഐറ്റം സെലക്ട് ചെയ്യപ്പെടാനും ഒരേ പ്രോബബിലിറ്റി ആണുള്ളത്. 1000 ക്ലോത്തിങ് മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പഠനം നടത്തുകയാണ്. 1000 ഇൻഡിവിജ്വൽ ഐറ്റത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഓരോന്നും എടുത്ത് മെഷർ ചെയ്ത് പഠിക്കുവാൻ, അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല. അതിൽ നിന്നൊരു 10 ഐറ്റം പിക്ക് ചെയ്തിട്ടായിരിക്കും, അതായിരിക്കും നമ്മുടെ സാമ്പിൾ, അതിനെ പറ്റിയായിരിക്കും പഠനം നടത്തുന്നത്. ഈ സാമ്പിളുകൾ റാൻഡം ആയിട്ടാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മളൊരു ലോട്ടിൽ 1 തൊട്ട് 100 വരെ, അല്ലെങ്കിൽ 1000 ഐറ്റം ആണെങ്കിൽ 1 മുതൽ 1000 വരെയുള്ള നമ്പറുകൾ എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് കൈവച്ച് നമ്മൾ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുന്നു. ആ ഓർഡറിൽ നമ്മൾ ഈ റാൻഡം ആയിട്ടുള്ള കിട്ടിയ നമ്പറിനനുസരിച്ചുള്ള ഐറ്റം മാത്രം പിക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ റാൻഡം സാമ്പിളിംഗ്. ഇവിടെ ആ 1000 ഐറ്റത്തിൽ ഓരോന്നും സെലക്ട് ചെയ്യപ്പെടാനുള്ള പ്രോബബിലിറ്റി ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ്. എന്നാൽ മറ്റു ചില ടെക്നിക്കുകളുണ്ട്. ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് അല്ലെങ്കിൽ എക്സ്പേർട്ട് സാമ്പിളിംഗ് എന്നും പറയാം. ഒരു എക്സ്പേർട്ടിനോടുള്ള ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുകയാണ്. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആ എക്സ്പേർട്ടിന്റെ മൈൻഡ് സെറ്റ് എന്താണ്, പുള്ളിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വാല്യൂ സിസ്റ്റം അനുസരിച്ചുള്ള, പുള്ളിയുടെ ഒപ്പീനിയൻ അനുസരിച്ചുള്ള ഒരു അഭിപ്രായമായിരിക്കും, അതിനനുസരിച്ചുള്ള ഒരു സാമ്പിൾ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഇതിൽ എല്ലാ ഐറ്റവും സെലക്ട് ആവാനുള്ള പ്രോബബിലിറ്റി തുല്യമാണോ?
തീർച്ചയായിട്ടും അല്ല. ആ ഇൻഡിവിജ്വലിന്റെ ബയസ് എപ്പോഴും ജഡ്ജ്മെന്റ് സാമ്പിളിംഗ് എന്നുള്ള ടെക്നിക്കിൽ ഉണ്ടാകും. ഇതൊരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിനുള്ള എക്സാമ്പിൾ കൂടിയാണെന്ന് ഓർക്കാം. അടുത്ത സ്റ്റെപ്പാണ് ആക്ച്വൽ ഡേറ്റ കളക്ഷൻ. പല രീതിയിൽ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം. ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ സർവേ മെത്തേഡ്സ് ഉപയോഗിച്ചും ഡേറ്റ കളക്ട് ചെയ്യാം. പലതരം സർവേ മെത്തേഡ്സ് ഉണ്ട്. ഒബ്സർവേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂസ്, ടെലിഫോൺ ഇന്റർവ്യൂസ്, മെയിലിംഗ് ഓഫ് ക്വസ്റ്റിനേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. It is necessary to collect adequate and dependable data in a systematic manner and in time. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട റിസർച്ച് പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പാണ് ഡേറ്റ കളക്ഷൻ എന്നുള്ളത്. പലതരം സോഴ്സ് ഓഫ് ഡേറ്റയും നമുക്ക് ഉപയോഗിക്കാം. പ്രൈമറി, സെക്കൻഡറി എന്ന് ഡേറ്റ സോഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. റിസർച്ചിന് വേണ്ടി ആ ഇൻഡിവിജ്വൽ പ്രത്യേകമായി കളക്ട് ചെയ്യുന്ന, ഈ പർപ്പസിനായിട്ട് കളക്ട് ചെയ്യുന്ന ഡേറ്റയാണ് പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലബോറട്ടറി സെറ്റപ്പിൽ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നു. ഇതൊക്കെ പ്രൈമറി ഡേറ്റയുടെ ഉദാഹരണമാണ്. എന്നാൽ ഒരു ന്യൂസ് ആർട്ടിക്കിളിൽ നിന്ന് വരുന്ന ഒരു ഡേറ്റ നമ്മൾ എടുക്കുന്നതോ, അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അസോസിയേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയോ, പ്രീവിയസ് ആയിട്ട് നടന്ന ഒരു റിസർച്ചിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റയോ ആണ് റിസർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതെങ്കിൽ അത് സെക്കൻഡറി ഡേറ്റയാണ്. ഇതിന് അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഓരോന്നിനുമുണ്ട്. പ്രൈമറി ഡേറ്റ കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും, നമുക്ക് എക്സാക്ട് ആയിട്ട് വേണ്ടുന്ന ഡേറ്റ തന്നെ കിട്ടും. അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസ് കൂടുതലാണ്. എന്നാൽ സെക്കൻഡറി ഡേറ്റ വളരെ എളുപ്പത്തിലും ലെസ് കോസ്റ്റിലും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ഫ്രീ ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ കാണും, പക്ഷേ അതിന് പോരായ്മകളും ഉണ്ടാവും. ആ ഡേറ്റ കളക്ട് ചെയ്തതിൽ എറർ ഉണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചിന്റെ റിസൾട്ടിനെ അത് ബാധിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട രീതിയിലുള്ള ഡേറ്റ അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധവുമില്ല. കെയർഫുൾ ആയിട്ടുള്ള കൺട്രോളബിൾ ഫാക്ടേഴ്സിനെ പറ്റിയുള്ള അറിവും ഡേറ്റ കളക്ഷനിൽ ആവശ്യമാണ്. ഇപ്പോൾ ഒരു വസ്തുവിനെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനെ പറ്റി പഠിക്കുമ്പോൾ, ആ ലബോറട്ടറിയിലുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഒരു പരീക്ഷയിൽ ഒരു കുട്ടിയുടെ പെർഫോമൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ഡേറ്റയാണ് കളക്ട് ചെയ്യുന്നത്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ചില ഫാക്ടേഴ്സ് ആണ് ആ കുട്ടിയുടെ വീട്ടിൽ എന്താണെന്ന് നടന്നത്, അല്ലെങ്കിൽ രാവിലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വന്നത്, ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടാണോ ഇറങ്ങിയത്, അതോടൊപ്പം ക്ലാസ് റൂമിൽ ഫാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നോ, നല്ല ആട്ടവും കുലുക്കവും ഒക്കെ ഉള്ള ബെഞ്ചിലും ഡെസ്കിലും ഇരുന്നാണോ കുട്ടി പരീക്ഷ എഴുതിയത്. അങ്ങനെ 100 കണക്കിന് നമ്മുടെ റിസർച്ചിന്റെ ഭാഗമായി വരാത്ത അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഡേറ്റ കളക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അതിനെപ്പറ്റിയുള്ള അറിവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ കളക്ഷന്. അടുത്ത സ്റ്റെപ്പാണ് അനാലിസിസ് ഓഫ് ഡേറ്റ. നമ്മൾ ഈ കളക്ട് ചെയ്ത ഡേറ്റയെ എങ്ങനെ അനലൈസ് ചെയ്യാം? ദ ഡേറ്റ ഷുഡ് ബി കാറ്റഗറൈസ്ഡ് ഇൻടു ടേബിൾസ് അല്ലെങ്കിൽ സിംബൽസ്. എങ്ങനെയാണ് റോ ഡേറ്റയെ നമുക്ക് ഇൻഫർമേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്? ഡേറ്റ എന്നുള്ളത് ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആവാം, ഒബ്സർവേഷൻസ് ആവാം. ഇതിനൊരു മീനിങ് ഉണ്ടാക്കി എടുക്കുന്നതാണ് അനാലിസിസിലൂടെ ചെയ്യുന്നത്. റോ ഡേറ്റയെ കാറ്റഗറൈസ് ചെയ്യാം, അതിന് പല കോഡിങ് കൊടുക്കാം. ഇപ്പോൾ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. പല അഭിപ്രായങ്ങളെ 1, 2, 3, 4, 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ സിംബൽസ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിജിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതോടൊപ്പം ആ കിട്ടിയ ഡേറ്റയെ കറക്റ്റ് ആയിട്ട് ടാബുലേറ്റ് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്ത് ടാബുലേറ്റ് ചെയ്യാം. ഔട്ട്ലയേഴ്സ് ആയിട്ടുള്ള വളരെ വ്യത്യാസം വരുന്ന അല്ലെങ്കിൽ എറർ വന്നതാണെന്ന് കരുതുന്ന ഡേറ്റ പോയിന്റ്സിനെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി കളയാം. ഈ കാര്യങ്ങളൊക്കെ അനാലിസിസ് ഓഫ് ഡേറ്റ എന്നുള്ള സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കിട്ടിയ ഓർഗനൈസ്ഡ് ആയിട്ട് ടാബുലേറ്റഡ് ആയിട്ടുള്ള ഡേറ്റയെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് അനലൈസ് ചെയ്യാനും സാധിക്കും. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ടൂൾസ് ലഭ്യമാണ്. ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പൈ ചാർട്ട്, ബാർ ചാർട്ട് പോലത്തെ മെത്തേഡ്സും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി ഒരു റിസർച്ചിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഫേസ് ആണ് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ നൾ ഹൈപ്പോതെസിസും ഓൾട്ടർനേറ്റ് ഹൈപ്പോതെസിസും ഉണ്ടാകും. ഇവിടെ 3 പ്രധാനപ്പെട്ട ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റി മാത്രം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ പോർഷനെ പറ്റി സിലബസിൽ പ്രത്യേകമായിട്ട് പറയാത്തത് കൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പോവാത്തത്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇതും കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കുക. ഈ ഹൈപ്പോതെസിസ് അക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പുകളിലായി പറഞ്ഞു, 3ാമത്തെ സ്റ്റെപ്പായി നമ്മൾ പറഞ്ഞു വർക്കിംഗ് ഹൈപ്പോതെസിസ് സെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ തിരഞ്ഞെടുത്ത വർക്കിംഗ് ഹൈപ്പോതെസിസ് ശരിയാണോ തെറ്റാണോ, അതിനെ ഉൾക്കൊള്ളണമോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഹൈപ്പോതെസിസ് ടെസ്റ്റിംഗ് എന്ന ഈ സ്റ്റെപ്പിലൂടെയാണ്. ആദ്യമായി ടി ടെസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് യൂസ് ടു ചെക്ക് വെദർ 2 ഗ്രൂപ്പ്സ് ഹാവ് ദ സെയിം മീൻ. അല്ലെങ്കിൽ എന്ത് മെഷറും ആവാം, മീൻ സെയിം ആണോ, അല്ലെങ്കിൽ സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർ എന്താണെന്ന് ചെക്ക് ചെയ്യുവാനായിട്ടാണ് നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. 2 ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാൻ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അവിടെ സെയിം മീൻ ആണോ, സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു ബേസിക് ടേം ആണ് മീൻ എന്നുള്ളത്. ഒരു ഗ്രൂപ്പിന്റെ
മീൻ വാല്യൂ, ആവറേജ് എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ആ വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ഇവിടെ സാമ്പിൾ സൈസ് ലെസ് ദാൻ 30 ആയിരിക്കണം എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അടുത്തതാണ് എഫ് ടെസ്റ്റ്. ഇറ്റ് കമ്പയർസ് ദ വേരിയൻസസ് ഓഫ് ടു നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഗ്രൂപ്പ്സ് ടു ഡിറ്റർമിൻ ഇഫ് ദ വേരിയൻസസ് ആർ ഈക്വൽ. ഒരു സെൻട്രൽ വാല്യൂ എന്നുള്ള മാറ്റം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ മെഷറാണ് വേരിയൻസ്. രണ്ട് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഗ്രൂപ്പിന്റെ വേരിയൻസിനെ കമ്പയർ ചെയ്യാനാണ് എഫ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിനായിട്ടുള്ള മൂന്നാമത് കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൂന്നാമത്തെ ടെക്നിക്കാണ് കൈറ്റ് സ്ക്വയർ ടെസ്റ്റ്. ഇറ്റ് ഈസ് യൂസ് ഫോർ ചെക്കിംഗ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ആണെന്നും നമുക്ക് മനസ്സിലാക്കി വെക്കാം. 9ാമത്തെ സ്റ്റെപ്പാണ് ജനറലൈസേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ ഈ ടെസ്റ്റ് നടത്തി അതിനുശേഷം ഇഫ് ഹൈപ്പോത്തസിസ് ഇസ് ടെസ്റ്റഡ് ആൻഡ് അപ്ഹെൽഡ് ഇറ്റ് ഈസ് ഈസി ടു ബിൽഡ് എ തിയറി. നമ്മൾ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെങ്കിൽ നമുക്ക് അതിനെ ഒരു തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ഓൾറെഡി നടന്ന റിസർച്ചുകളുമായി ചേർന്ന് പോകുന്ന, അതിനോട് താതാത്മ്യപ്പെടുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് ഹൈപ്പോത്തസിസ് ശരിയാണെന്ന് കിട്ടുന്നതിലൂടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരു തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പർട്ടിക്കുലർ ആയിട്ട് കിട്ടിയ ഒരു കാര്യത്തെ ജനറലൈസ് ചെയ്യാൻ, അതിനെ കൂടുതൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ നമുക്ക് സാധിക്കും. ഇനി അത് തെറ്റാണെങ്കിലോ, നമ്മുടെ ഹൈപ്പോത്തസിസ് ശരിയല്ല എന്നാണ് നമ്മുടെ റിസർച്ചിന്റെ ഔട്ട്കം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോത്തസിസിനെ പറ്റി പുതിയ കുറച്ച് ചോദ്യങ്ങൾ വീണ്ടും റിസർച്ച് കണ്ടിന്യൂ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അടുത്ത റിസർച്ചർക്കായി കുറച്ച് ചോദ്യങ്ങളെങ്കിലും അവശേഷിപ്പിക്കുവാൻ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് തെറ്റാണെന്ന് തെളിയുന്നതിലൂടെ സാധിക്കും. ഈ കിട്ടിയ റിസർച്ചിന്റെ റിസൾട്ടുകൾ എല്ലാവരിലേക്കും എങ്ങനെ എത്തിക്കാം, നമ്മുടെ റിസർച്ച് ബോർഡിന് മുന്നിൽ സബ്മിറ്റ് ചെയ്യാൻ പൊതുജനങ്ങൾക്കും ഗവൺമെന്റിനും സയന്റിഫിക് കമ്മ്യൂണിറ്റിക്കും ഉപകാരപ്രദമായ രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കലാണ് 10ാമത്തെയും ഒടുവിലത്തെയും സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും പരിചിതമായിരിക്കും. ഏതെങ്കിലും ഒരു സയന്റിഫിക് തീസിസ് അല്ലെങ്കിൽ തീസിസ് റിപ്പോർട്ട് എഴുതിയിട്ടില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും പരിചയമുള്ള ഈ സ്റ്റെപ്പിന്റെ അധിക ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇതിന് പ്രധാനമായ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും, സമ്മറി എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും, മെയിൻ റിപ്പോർട്ടിന്റെ മെയിൻ സ്റ്റേജസ് പല ചാപ്റ്ററുകളായിട്ട് കൊടുക്കുന്നുണ്ടാവും, ഒടുവിലായി കൺക്ലൂഷനും ബിബ്ലിയോഗ്രഫിയും നൽകുന്നുണ്ടാവും. ബിബ്ലിയോഗ്രഫിയുടെ ഡിഫറെന്റ് ഫോർമാറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മുടെ സിലബസ് അനുസരിച്ച് പഠിക്കേണ്ടതാണ്. അതിനെപ്പറ്റി ആയിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നിർബന്ധമായും ആക്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ഞങ്ങളെ അറിയിക്കുവാനുണ്ടെങ്കിൽ അതും അറിയിക്കുക. താങ്ക് യു സോ മച്ച്.